ഇന്ന് എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽപ്പെട്ട സ്ട്രെസ്സിലൂടെ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്ക് 3-4 തരത്തിൽ അതിനെ തരംതിരിക്കാം. ഒന്ന്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ, നമ്മുടെ ചിന്തകൾ, പരക്കെ പാഞ്ഞു നടക്കുന്ന മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട് നമുക്ക് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അതിന് മനസ്സിനെ നിയന്ത്രിക്കുന്ന ടെക്നിക്കുകൾ, ബ്രീത്തിങ് എക്സസൈസുകളും യോഗ പോലെയുള്ള നിങ്ങൾക്ക് എന്താണോ യുക്തമെന്ന് തോന്നുന്നത് ആ ഒരു ടെക്നിക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൂടുതൽ അനുഭവങ്ങൾ നേടി മനസ്സിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുക. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മൾ ഇടപഴകുന്ന വ്യക്തികൾ നമ്മളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ്. ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡിനെ കിട്ടിയ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വൈഫിനെ കിട്ടിയ ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്നത് കാണാം. പലപ്പോഴും അവൻ കല്യാണം കഴിച്ചാൽ അവനെല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് പല പെൺകുട്ടികളുടെയും ജീവിതം പൊഞ്ഞാട്ടിയായി പോയ കഥ നമുക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ചില പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എല്ലാ ഉപദ്രവവും ചെയ്യുന്നത് ആ പെൺകുട്ടിയായിരിക്കും. പക്ഷേ അവസാനം ഇരവാദം പറഞ്ഞ് കരയുമ്പോൾ അവർ വാദി എന്ന് പറയുന്നത് പ്രതിയാവുകയും അവൾ എല്ലാ രീതിയിലും നിഷ്കളങ്കിയായി അവളെ പീഡിപ്പിക്കുന്ന ഭർത്താവായി പോർട്രേറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള കഴിവുള്ള പെൺകുട്ടികളുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ബന്ധങ്ങളായാലും അത് തുടർന്നു പോകുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ജീവിതത്തിൽ സഹിച്ചു നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഒരു പരിധിക്കപ്പുറത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ അത് അവസാനിപ്പിച്ച് മനസമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മറ്റൊരു വഴികൾ തേടുന്നതായിരിക്കും നല്ലത്. ജോലി സ്ഥലത്തും ഇതേപോലെ തന്നെയാണ്. അത് പലപ്പോഴും നമ്മുടെ ചോയ്സ് ആയിരിക്കില്ല. നമുക്ക് ഇടപഴകേണ്ടി വരുന്ന ആളുകളും ഒന്നിച്ച് ജോലി ചെയ്തേണ്ടി വരുന്ന ആളുകളും ഒക്കെ പല സ്വഭാവത്തിൽപ്പെട്ടവരായിരിക്കും. വർക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ തീവ്രമായ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അത് എത്രമാത്രം നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ ചിന്തകളെയൊക്കെ മനസ്സിനെയൊക്കെ എത്രമാത്രം ബാധിക്കുന്ന പോയിസൺ ആണെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും അതിൽ പെട്ടുപോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് നിരപദ്രവകാരമായിട്ട് തോന്നാൻ പറ്റും. ആ ഒരു അവസരങ്ങളിൽ 3 രീതിയിലേ നമുക്കതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഫ്ലീ ആണ്, അതായത് അതിൽ നിന്ന് ഒളിച്ചോടുക. ഒന്ന് ഫ്രീസാണ്, അതായത് ഒന്നും ചെയ്യാതെ അങ്ങ് ഇരിക്കുക. മൂന്നാമത്തത് ഫൈറ്റാണ്, അത് എന്താണോ ഉണ്ടാക്കുന്നത് അതിനോട് അതേ രീതിയിലുള്ള പ്രതികരിക്കുക എന്നാണ്. എന്താണോ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെടുന്ന രീതി അല്ലെങ്കിൽ അവരവർക്ക് പറ്റുന്ന രീതി, ആ രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുക. പറ്റുന്നതാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് ആ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സാഹചര്യങ്ങൾ അഥവാ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന എഫക്റ്റുകൾ. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു ജോലിക്ക് വേണ്ടി ഏകദേശം റെഡിയായതാണ്, പെട്ടെന്നാണ് ഒരു രാജ്യത്ത് യുദ്ധം വരുന്നത്, നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അസുഖം വരികയാണ്. ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല. നമുക്ക് നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്കുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. അതിനെ വളരെ ശാന്തമായ മനസ്ഥിതിയോടെ നേരിടാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ സ്ട്രെസ്സിനെയും എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ചിലത് ബയോളജിക്കൽ റീസൺ ആകും. നമുക്കൊരുപക്ഷെ പ്രഷർ കൂടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം, ശരീരം പ്രതികരിക്കുന്നതാവാം. അപ്പോൾ അതിന് ആ രീതിയിലുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഓരോ സ്ട്രെസ്സുകളും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ആ കാരണങ്ങൾ എന്തെന്ന് കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് പ്രാക്ടിക്കലി ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഈ ലോകത്ത് ജീവിച്ചു പോകുമ്പോൾ സ്ട്രെസ്സിൽ നിന്ന് മാറി നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ അതിനെ തിരിച്ചറിയാനും അത് കൂടുതൽ നന്നായി മാനേജ് ചെയ്യാനും നമ്മൾ അതിനകത്ത് നമ്മുടെ മുകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറക്കാനും കൂടുതൽ നല്ല രീതിയിലേക്ക് അത് പോസിറ്റീവായി മാറ്റാനും ശ്രമിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. താങ്ക് യു.